രക്ഷിക്ക ഞങ്ങളെ. അഹിതമാം ഭക്തിതൻ ദാനമെന്നേകി മനതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി. ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. ലോകൈക നായക രക്ഷിക്ക ഞങ്ങളെ. അഹിതമാം ഭക്തിതൻ ദാനമിന്നേകി മനതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി. ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. സമഭാവ സ്വർഗങ്ങൾ കണ്ണീരൊഴുക്കി ഹൃദയങ്ങൾ സ്നേഹാദ്രസാഗരമാക്കി. സമഭാവ സ്വർഗങ്ങൾ കണ്ണീരൊഴുക്കി ഹൃദയങ്ങൾ സ്നേഹാദ്രസാഗരമാക്കി. കൈകോർത്ത് യോജിച്ചു മുന്നോട്ടു പോകാൻ കാരുണ്യവാനേ സദ്ബുദ്ധിയേകൂ. ലോകൈക നായക രക്ഷിക്ക ഞങ്ങളെ. അഹിതമാം ഭക്തിതൻ ദാനമിന്നേകി മനതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി. ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. ഈ വർഷത്തെ ബാലശ്രേഷ്ഠ അവാർഡ് കിട്ടിയത് നമ്മുടെ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായ ജോയൽ എബ്രഹാം എഴുതിയ കഥയ്ക്കാണ്. ജോയലിനെ പ്രിൻസിപ്പൽ മൊമെന്റോ നൽകി ആദരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. Congratulations. Thank you. ജോയൽ 2 വാക്ക് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ഞാൻ അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല ഈ കഥ എഴുതിയത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ചില സംഭവങ്ങളാണ്. പപ്പ, ഞാൻ കളിക്കാൻ പൊക്കോട്ടെ? മോന് കാല് വയ്യാത്തത് കൊണ്ട് അവരെ പോലെ ഓടിച്ചാൽ നടക്കാൻ പറ്റില്ല. മോൻ പോയി TV കണ്ടു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, എനിക്ക് എന്തെങ്കിലും മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അമൃത പിടിച്ച്, അമൃത പിടിച്ച്. എടാ നീ വീഴും. ഹാപ്പി തൊട, ഹാപ്പി തൊട, ഹാപ്പി തൊട. അമൃത പിടിക്കാം. അമൃത, അമൃത, അമൃത. അലീഷ എടാ വീഴും. ഹായ്, ഹായ്. എന്നെ കൂടെ കളിക്കാൻ കൂട്ടാവോ? വാ. ഹാപ്പി തൊടാ, ഹാപ്പി തൊടാ. നീ ഹാപ്പി തൊടാ. അമൃത പപ്പ, ജോയൽ വീണു. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ കളിക്കാൻ പോകരുതെന്ന്? നീ വയ്യാത്ത കുട്ടിയല്ലേ? നീ കണ്ടില്ലായിരുന്നു അവൻ കളിക്കാൻ പോയത്? ഇപ്പൊ അവിടെ പോയി വീണതേ ഉള്ളൂ. ഈ ഈടെ അവനൊട്ടും പറഞ്ഞാൽ കേൾക്കില്ല. ആഹാരം കഴിപ്പില്ല, അധികം സംസാരയില്ല. ആണോടാ? പ്രിൻസിപ്പോൾ ഇപ്പോൾ എന്നെ വിളിച്ചു വെച്ചതേ ഉള്ളൂ. നാളെ നമ്മൾ 2 പേരും സ്കൂളിൽ ചെല്ലണമെന്ന് പറഞ്ഞു. ആ, പോയേക്കാം. May I come in? Yes, come in. ഇരിക്കൂ.
3rd ബിയിലെ ജോയൽ എബ്രഹാമിനെ വിളിച്ചുകൊണ്ടുവാ. കുട്ടികളുടെ കേൾക്കെ വീട്ടിൽ വെച്ച് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ഒഴിവാക്കണം. ഈയിടെയായി ജോയലിന് വലിയ മാറ്റങ്ങളാണ്. ക്ലാസ്സിൽ ശ്രദ്ധിക്കാറില്ല, കുട്ടികളുമായി വഴക്കിടുന്നു, പല വിഷയങ്ങൾക്കും മാർക്ക് കുറവാണ്. അതുകൊണ്ട് ജോയലിനെ ഞങ്ങൾ കൗൺസിലിംഗ് നടത്തി. ഗുഡ് മോർണിംഗ് ജോയൽ. ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? ഒന്നുമില്ല. എക്സാമൊക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. എക്സാമൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നന്നായിട്ട് എഴുതാനൊക്കെ പറ്റിയോ? ആ പറ്റി. പ്രിൻസിപ്പൽ സിസ്റ്ററിൻ്റെ അടുക്ക് വന്നിരുന്നു. പ്രിൻസിപ്പൽ പറഞ്ഞു മോൻ എല്ലാ വിഷയങ്ങൾക്കും മാർക്ക് കുറഞ്ഞു എന്ന്. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, മറ്റു കുട്ടികളുമായിട്ട് വഴക്ക് പിടിക്കുന്നു. മോൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോന്? അച്ഛനും അമ്മയായിട്ട് എന്തെങ്കിലും പറഞ്ഞ് മോനെ വഴക്ക് പറയാറുണ്ടോ? ഐ ഹേറ്റ് മൈ പപ്പ ആൻഡ് മമ്മി. അവർക്ക് എന്നെ ഇഷ്ടമില്ലാത്തോണ്ടല്ലേ അവരെന്നെ കൊല്ലാൻ നോക്കിയത്. അതുകൊണ്ടല്ലേ എന്റെ കാലിന് സ്വാധീനക്കുറവ് വന്നു. മോനോട് ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഒരു ദിവസം വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ പപ്പായും മമ്മിയും അവരോട് സംസാരിക്കുന്നതും കേട്ടു. കുട്ടികളെ എന്തിയേ? മോള് കളിക്കാൻ പോയി, മോൻ ഇവിടെ എവിടെയോ ഉണ്ട്. ഫിസിയോതെറാപ്പി ചെയ്തിട്ട് ജോയലിന് ഇപ്പം എങ്ങനെയുണ്ട്? ഫിസിയോതെറാപ്പി ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. രണ്ടാമത്തെ കുട്ടിയെക്കുറിച്ച് ആലോചിക്കാനിരുന്ന സമയത്താണ് ഇവള് പ്രഗ്നൻ്റ് ആയത്. പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ ഒരുപാട് മെഡിസിൻ കഴിച്ചു. അതിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ടാണ് മോന്റെ കാലിലെ സ്വാധീനം നഷ്ടപ്പെട്ടതാണ് ഡോക്ടർ പറഞ്ഞത്. സാരമില്ല കേട്ടോ. സിസ്റ്റർ പപ്പായുടെ മമ്മിയോട് സംസാരിക്കാം. മോൻ വിഷമിക്കണ്ട കേട്ടോ. സാരമില്ല, മോൻ കരയാതെ. ഒരിക്കലും നിങ്ങൾ മാപ്പർഹിക്കാത്ത തെറ്റാണ് ചെയ്തത്. ഭ്രൂണഹത്യ പാപമാണ്. ദൈവം തന്ന നിധിയാണ് കുഞ്ഞുങ്ങൾ. അത് 2 കരങ്ങളും നീട്ടി സ്വീകരിക്കണം. ക്ഷമിക്കടാ മോനെ, ഞങ്ങളോട് അറിയാതെ പറ്റിപ്പോയതാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ അനുഭവിച്ച പ്രശ്നം. ഈ കാര്യം പുറലോകം അറിയണമെന്നും ഇനി ഒരിക്കലും ഒരു മാതാപിതാക്കളെ ഇങ്ങനെ ചെയ്യരുത്. അതിനുവേണ്ടിയാണ് എന്റെ പപ്പായും അമ്മയും എന്നെ കൊണ്ട് ഈ കഥ എഴുതിച്ചത്.